പൂക്കി കണ്ട റഫ്ലേസ്യ പൂവ്. ആ കാട്ടിലെ കുഞ്ഞരുവിയുടെ കരയിലൂടെ നടക്കാൻ തുടങ്ങിയതായിരുന്നു പൂക്കിപ്പൂച്ചയും അമ്മയും. ഇളം വെയില് കാഞ്ഞുകൊണ്ട് നടക്കാൻ ഇറങ്ങുന്നത് അവരുടെ വൈകുന്നേര പരിപാടികളിൽ പ്രധാനമായിരുന്നു. ചുറ്റും നിരീക്ഷിച്ച് ഓരോന്നും കണ്ടും പറഞ്ഞുമൊക്കെയാണ് അവരുടെ നടത്തം. അപ്പോൾ ഇളം വയലറ്റ് നിറത്തിലുള്ള ഒരു കുഞ്ഞു പൂവ് പറന്നു വന്ന് പൂക്കിപ്പൂച്ചയുടെ കവിളിൽ വീണു. ചെറുക്കുള്ള പൂവോ? ഈ പൂവ് എങ്ങനെയാ പറന്നു വന്നേ? പൂക്കിയുടെ കൗതുകം കണ്ട അമ്മ പൂച്ച ചിരിച്ചു. തൊട്ടടുത്ത മരത്തിന്റെ തണലിലേക്ക് മാറിയിരുന്ന് അമ്മ പറഞ്ഞു, ഇത് ഈ മരത്തിൽ പടർന്നു കയറിയ വള്ളിച്ചെടിയിലെ പൂവാണ് പൂക്കി. കുറച്ചു നേരം മുകളിലേക്ക് നോക്കിയ പൂക്കിക്ക് കൗതുകായി. ഈ ലോകത്ത് എത്ര തരം പൂക്കളുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം വളരെ വലുതാണല്ലോ. അത് എണ്ണിയാൽ ഒടുങ്ങുമോ? പല നിറങ്ങളിൽ, മണങ്ങളിൽ, ഭാവത്തിൽ, രൂപത്തിൽ വിരിഞ്ഞിരിക്കുന്ന പൂക്കളുണ്ടല്ലോ. അമ്മ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോ പൂക്കിയുടെ അടുത്ത ചോദ്യം ഇതിൽ വിരിച്ചു. ഈ ലോകത്തില് ഏറ്റവും വലിയ പൂവ് ഏതാ? അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ പൂക്കി കുഞ്ഞേ, നമുക്ക് അന്വേഷിക്കാം എന്ന് അമ്മ പറഞ്ഞു. പകുതി കാര്യമായും പകുതി കളിയായും അമ്മ ചോദിച്ചു, അതിപ്പോ ആരോട് ചോദിക്കാം? എന്നാലേ തലവട്ടത്തിൽ കറക്കുന്ന മൂങ്ങാമാമനോട് ചോദിച്ചാലോ? പൂക്കി മറുചോദ്യം ചോദിച്ചു. ആ, മൂങ്ങാമാമൻ എല്ലാം അറിയാം. എവിടെ ഇരുന്നാലും തല ചുറ്റി ചുറ്റി പുറകിൽ വരെ കാണാവുന്ന മൂങ്ങ ഇപ്പോൾ എവിടെയായിരിക്കും? കുന്നിൻ ചെരുവിലെ കുറ്റിക്കാട്ടിലുണ്ടാവോ? പൂച്ചമ്മയും പൂക്കിക്കുഞ്ഞും പോയി നോക്കി. പാതി ഉറക്കത്തിൽ എന്ന പോലെ മൂങ്ങാമാമൻ കണ്ണു പൊക്കി നോക്കി. മൂങ്ങാമാമ, ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാ? പൂക്കിയുടേതാണ് ചോദ്യം. ഏറ്റവും വലിയ ഒറ്റ പൂവ് റഫ്ലേസിയാണ്. കണ്ടിട്ടുണ്ടോ അതിനെ? ഒരിക്കൽ കണ്ടിട്ടുണ്ട്. 1 മീറ്റർ വലിപ്പം ഉണ്ടാകും. ഇതിന് ഇലയോ തണ്ടോ ഒന്നുമില്ല. ഒരു പ്രത്യേക രീതിയിൽ അടുത്തുള്ള മരത്തിൽ നിന്നാണ് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. വിരിഞ്ഞാൽ ഒരു പൂവ് മാത്രമായി ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ് കാണാൻ. പിന്നെ ഏറ്റവും വലിയ പൂക്കുല ടൈറ്റനേരമാണ്. ടൈറ്റനേരം ഞാൻ കണ്ടിട്ടില്ല. 3 മീറ്റർ ഉയരമൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് കാലത്തിനിടയ്ക്കേ പൂക്കുകയുള്ളൂ. മഴക്കാടുകളിലാണ് ഇത് പൂക്കുക. വിരിഞ്ഞ 1-2 ദിവസം, അതിനകം അത് കൊഴിയും. മൂങ്ങാമാമൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട പൂക്കി ചോദിച്ചു, എങ്ങനെയാന്ന് കാണാൻ പറ്റാ? ഇത് വിരിഞ്ഞ ഈ ഭക്ഷണവും ഇറച്ചിയൊക്കെ ചീഞ്ഞ ഒരു മണം വരില്ലേ, അതുപോലെ മണം വരും. അപ്പൊ പോയി നോക്കിയാ മതി. പ്രാണികളെ ആകർഷിക്കാനാണ് ഈ മണം. ആഹാ, ഇന്നലെ മുതല് കിഴക്കൻ കാട്ടിലൊരു മോശം മണമുണ്ടായിരുന്നു. ഈ പൂ വിരിഞ്ഞതായിരിക്കോ? പൂക്കി അമ്മയെയും കൂട്ടി അവിടം വരെ പോയി നോക്കി. അത്ഭുതം! ദാ പൂക്കിപ്പൂച്ചയെ കാത്തു നിന്നിട്ടെന്ന പോലെ ഒരു റഫ്ലേസ്യ പൂത്ത് നിൽക്കണു. അമ്മേ, നമ്മൾ ഏറ്റവും വലിയ പൂവാ കണ്ടത്. പൂക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ പൂവിന്റെ ദുർഗന്ധം കാരണം അധിക നേരം അവിടെ നിൽക്കാൻ പൂക്കിക്ക് പറ്റിയില്ല. അമ്മ അവളെയും കൂട്ടി വേഗം അവിടെ നിന്ന് പോയി. തിരിച്ചെത്തും വരെ പൂക്കി പല പല പൂക്കളെ കുറിച്ച് ആലോചിച്ചു. പല പല നിറങ്ങള് അവളുടെ കണ്ണിലങ്ങനെ മിന്നി. കഥ ഇഷ്ടായോ?